നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിനായുള്ള പോസ്റ്റ് മെഷീനുകൾ സർവർ തകരാർ മൂലം പ്രവർത്തനരഹിതമായതോടെ വടക്കാഞ്ചേരി ചേലക്കര മേഖലയിൽ ഉൾപ്പെടെ റേഷൻ വിതരണം മുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ മുതൽ റേഷൻ കടകളിൽ എത്തിയ നൂറുകണക്കിന് ആളുകളാണ് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാതെ മടങ്ങിയത്. പോസ്റ്റ് മെഷീനിലെ തകരാറുകൾ വ്യാപാരികളെയും ഗുണഭോക്താക്കളെയും വലയ്ക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും പൊതുവിതരണ വകുപ്പ് ആവശ്യമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആക്ഷേപവും ശക്തമാണ്. തൃശൂർ അത്താണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ് SIFL ചരിത്രത്തിലെ റെക്കോർഡ് വിറ്റുവരവ്. 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവ് എന്ന സർവകാല റെക്കോർഡ് നേട്ടവും 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2.8 കോടി രൂപയുടെ അറ്റാദായവും കൈവരിച്ചു. വിറ്റുവരവ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. അറ്റാദായവും ഇരട്ടിയാക്കി. അടുത്ത 5 വർഷത്തിനകം 250 കോടി വരവാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി മംഗലം മടത്തിൽ വളപ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 45 വയസ്സുള്ള ജയന്തിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രതിഷ്ഠാ ദിനത്തിനൊരുങ്ങിയ വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. മെയ് 10 ഞായറാഴ്ച വിവിധ പരിപാടികളോടെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കും. മേടമാസത്തിലെ അവിട്ടം നാളായ ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും.